ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ ഡെയിലി നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും അതിനകത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ തന്നെ പ്രൊപ്പഗണ്ടയാകാനുള്ള സാധ്യതയാണ് ഏറ്റവും ചാൻസ് കൂടുതലുള്ളത്. അത് പ്രത്യേകിച്ച് നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച്, പ്രത്യേകിച്ച് നമ്മൾ ഫോറിൻ മീഡിയാസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദേശത്തുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാനിടയുള്ള പല കാര്യങ്ങളും അത് ശരിയായിരിക്കണം നിർബന്ധമില്ല. അത് പ്രൊപ്പഗണ്ടയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ ലാഭകരമായിട്ടുള്ള ഏതെങ്കിലും അവസ്ഥയിലൊക്കെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനൊക്കെ തന്നെ ആയിരിക്കും അത്തരം വാർത്തകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ തന്നെ നിർമ്മിക്കപ്പെടുന്നത്. കാരണം ഇന്ന് അങ്ങനെയുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നല്ല പണ്ടായാലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അന്ന് ഇതുപോലെ ഈ സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മീഡിയയും അല്ലെങ്കിൽ ഈ പറഞ്ഞ മീഡിയാസ് പൊതുവേ തന്നെ ഇലക്ട്രോണിക് മീഡിയ ഒന്നും തന്നെ അത്രയും സജീവമല്ലാത്തതുകൊണ്ട് അത്രയും ഇൻറ്റൻസീവ് അല്ലായിരുന്നു എന്ന് മാത്രം. പക്ഷേ പ്രൊപ്പഗണ്ടയൊക്കെ തന്നെ പണ്ട് ഇപ്പോൾ ഹിറ്റ്ലർ ഭരിച്ചിരുന്ന സമയത്തൊക്കെ തന്നെ പ്രൊപ്പഗണ്ടയൊക്കെ തന്നെ വളരെ അതിൻ്റെ ഉച്ചകോടിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ശരിയല്ലാത്ത എന്താ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റുകൾ, കമൻറ്റുകൾ, നറേറ്റീവ്, ഇതൊക്കെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് പണ്ടും ഇന്നും ഒക്കെ തന്നെ കാണാൻ സാധിക്കും. ഇന്ന് അതിൻ്റെ അളവും ഇൻറ്റൻസിറ്റിയും ഒക്കെ തന്നെ വളരെ കൂടുതലാണ്. അപ്പോൾ അത് ആണ് നമുക്ക് ആദ്യം പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സ്ഥിരമായി ഡീൽ ചെയ്യുന്നൊരു സബ്ജക്റ്റാണ്. അതായത് ഇന്ത്യയുടെ സൈനിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളുടെ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിൻ്റെ പ്രോഗ്രാമിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ ഈ എന്താ പറയുന്നത്, ഈ പ്രോജക്റ്റിനൊക്കെ നമ്മളതിനുള്ള ബ്ലൂ പ്രിൻ്റൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഡ്വാൻസ്ഡ് AMC എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞാണ്. പക്ഷേ നമ്മളത് നിർമ്മിച്ച് സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് കാലം കുറേയാകും എന്നും പറഞ്ഞു. ചൈന ഓൾറെഡി വൻതോതിൽ അത് നിർമ്മിച്ചത് അവരുടെ സൈന്യത്തിൽ അത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മിലിറ്ററി ലോകത്തിലേക്ക് ഏറ്റവും മികച്ച മിലിറ്ററി സ്ട്രെങ്തും പവറും ഒക്കെ നമുക്കുണ്ട്. നമ്മുടെ എയർഫോഴ്സും വളരെ സുപ്പീരിയറാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പും ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് എയർ സുപ്പീരിയോറിറ്റി ചൈനയ്ക്ക് മുകളിലാണെന്നുള്ള റിപ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ ചൈന അതിനെ നിരാകരിക്കുകയും ചെയ്തു. ഓക്കെ, അതിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങളുണ്ടാകും. എന്നാലും ഇന്ത്യ നമുക്ക് എടുത്തു പറയത്തക്ക ഒരു ആദ്യത്തെ 5 ടോപ്പ് കൺട്രീസിലെ മിലിറ്ററി പവർ അല്ലെങ്കിൽ നമ്മളുടെ സൈനിക ശക്തിയുടെ കാര്യത്തിലും, ഇപ്പോൾ എയർഫോഴ്സിൻ്റെ തന്നെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ എടുത്തു പറയത്തക്ക എയർഫോഴ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ വ്യോമസേനയൊക്കെ തന്നെ വളരെ മികവുറ്റതാണ്, മെച്ചപ്പെട്ടതാണ്, വളരെ പവർഫുള്ളായിട്ടുള്ള എയർഫോഴ്സാണ് ഇന്ത്യക്കുള്ളതും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിൻ്റെ കാര്യത്തിൽ വളരെ പുറകിലാണ്. ഇത്രയും എന്താണ് പറയുന്നത്, പവർഫുള്ളായിട്ടുള്ള രാജ്യം എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഉണ്ടെന്നില്ല. ഇപ്പോൾ അമേരിക്കയുമായിട്ട് കൂട്ടു നിൽക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ തന്നെ, ഇപ്പോൾ ഇറ്റലി, ഫ്രാൻസ് അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾ, ഇസ്രായേൽ ഒക്കെ തന്നെ അവർക്ക് ഈ പറഞ്ഞ F-35 എന്ന് പറഞ്ഞ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ലഭ്യമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് സ്വയം നിർമ്മിച്ചെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിനുള്ള എന്താ പറയുന്നത് ചില സ്റ്റെപ്പുകളൊക്കെ എടുക്കാൻ തുടങ്ങി. അത് യാഥാർത്ഥ്യമായി വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പ്രായോഗിക തലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോഴേക്കും നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഇമ്മീഡിയറ്റ് നെയ്ബർ എന്നുള്ള ചൈന ഓൾറെഡി അവർ 100 കണക്കിന് അവർ തീർച്ചയായിട്ടും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് 2 ക്ലാസ്സാണ് അവർ, J-20യും J-35 എന്നും പറഞ്ഞ 2 ക്ലാസ്. അപ്പം അവരത് അവരത് ഉണ്ടാക്കി സ്വയം വികസിപ്പിച്ചെടുക്കുകയും അപ്പം പാകിസ്ഥാനത് ലഭിക്കുമോ അല്ലെങ്കിൽ കൊടുക്കുമോ അല്ലെങ്കിൽ പാകിസ്ഥാനത് മേടിക്കുമോ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെ നമ്മൾ മാറിയും മറിഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ടോപ്പിക്ക് പറയുന്നത്. അപ്പോൾ F-35 ട്രംപ് നമുക്ക് ഒരിക്കൽ വാഗ്ദാനം ചെയ്തിരുന്നു. ഇന്ത്യക്കത്
F-35 മുതലായിട്ടുള്ള അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റമൊക്കെ തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ അതിന് ഒഫീഷ്യലായിട്ടും ഒന്നും തന്നെ ഒരു രീതിയിലുള്ള അഭിപ്രായം പറയാൻ പോവുകയോ അതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുപോലെ റഷ്യയിൽ നിന്നുള്ള Su-57 കാര്യത്തിൽ ഇന്ത്യ ഇതുവരെ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രൊപ്പഗണ്ട ഞാൻ പറഞ്ഞത് ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന റിപ്പോർട്ടാണ്. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ നമുക്കറിയാം, അവരുടെ ഹിസ്റ്ററിയും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്തിൽ വരുന്ന വാർത്തകളൊക്കെ തന്നെ ഏകദേശം നമുക്ക് തീർച്ചയായിട്ടും പ്രോ വെസ്റ്റേൺ ആയിട്ടുള്ളൊരു മീഡിയയാണ്. വെസ്റ്റേൺ മീഡിയയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഒരു ഇന്ത്യൻ വിങ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്തിൽ വന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന J-35 പാകിസ്ഥാന് കൊടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് J-35 മേടിക്കാൻ ഒരുങ്ങുന്നതുകൊണ്ട് ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്നും ചിലപ്പോൾ ഇന്ത്യ ഈ മേടിക്കാൻ താല്പര്യമില്ലെങ്കിലും ഇന്ത്യക്ക് F-35 അമേരിക്കയിൽ നിന്ന് മേടിക്കേണ്ടി വരുമായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് അവർ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രൊപ്പഗണ്ടയായിരിക്കും തീർച്ചയായിട്ടും അല്ല. അപ്പോൾ ഈ പ്രൊപ്പഗണ്ട നമുക്കറിയാം, അമേരിക്കൻ മീഡിയാസും അല്ലെങ്കിൽ പ്രോ അമേരിക്കൻ മീഡിയാസും ഒക്കെ തന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം പാകിസ്ഥാൻ്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അറിവില്ല നമുക്ക്. എന്നുവെച്ചാൽ പാകിസ്ഥാൻ പല മീഡിയ റിപ്പോർട്ടുകളും പറയുന്ന പാകിസ്ഥാൻ ഇത് മേടിക്കാൻ സാധ്യതയുണ്ട്, ചൈന അവർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പാകിസ്ഥാൻ മൂവിങ് ക്ലോസർ ടു എന്ന് പറയാം. എന്നുവെച്ചാൽ J-35 സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ചൈനയിൽ നിന്ന് അവർ വാങ്ങിക്കാൻ വളരെ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ അമേരിക്കൻ സ്ട്രാറ്റജിക് എക്സ്പേർട്സ് വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഇത് പ്രൊപ്പഗണ്ട, അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രൊപ്പഗണ്ട തന്നെ ആയിരിക്കും. കാരണം ഇന്ത്യയെ കൊണ്ട് പരമാവധി ഇത് മേടിപ്പിക്കാൻ അവർ ശ്രമിക്കുകയായിരിക്കാം എന്നുള്ളതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ സ്ട്രാറ്റജിക് എക്സ്പേർട്സ് ബിലീവ്, അവർ വിശ്വസിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യം സംഭവിക്കുകയാണെങ്കിൽ, J-35 ചൈന പാകിസ്ഥാൻ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ, ഈ F-35 ലൈറ്റനിങ് 2 ഇന്ത്യക്ക് അമേരിക്ക ഓഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. മറിച്ചല്ല പറയുന്നത്, ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുമെന്നല്ല പറയുന്നത്, അമേരിക്ക ഇന്ത്യക്ക് ഇത് ഓഫർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഒഫീഷ്യൽ കൺസിഡറേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊപ്പോസലൊന്നും ഉള്ളതായിട്ട് നമുക്കിതുവരെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അമേരിക്കൻ തിങ്ക് ടാങ്ക്സിലുള്ള അനലിസ്റ്റൊക്കെ പറയുന്നത് പാകിസ്ഥാൻ്റെ J-35 ഫ്ലീറ്റ്, അതായത് പാകിസ്ഥാന് ഒരു മിനിമം 30 മുതൽ 40 J-35 മേടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാം പല റിപ്പോർട്ടിലാണ് നമ്മൾ, ഇതെല്ലാം പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിരിക്കാം കൂടുതലും. ഇതിനകത്തുനിന്ന് ഇതുവരെ കൃത്യമായിട്ടുള്ളൊരു ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷൻ ചൈന പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് J-35 ഫ്ലീറ്റ് ഈ പാകിസ്ഥാനിൽ ലഭിക്കുമ്പോൾ അവരുടെ ഈ എയർ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ എയർഫോഴ്സിൻ്റെ സ്ട്രെങ്തിനെ അല്ലെങ്കിൽ ആ കേപ്പബിലിറ്റി അത് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ ഇന്ത്യക്ക് 5th ജനറേഷൻ കേപ്പബിലിറ്റി ഗ്യാപ്പ് ഉണ്ടാകുമല്ലോ. ആ കേപ്പബിലിറ്റി ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കേപ്പബിലിറ്റി ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യാൻ അമേരിക്ക F-35 ഇന്ത്യക്ക് നൽകാൻ സാധ്യതയുണ്ടാകും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചൈനയുടെ ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റ് പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ ചൈനയുടെ ഇൻഫ്ലുവൻസ് സൗത്ത് ഏഷ്യയിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻഡോ പസഫിക്കിലും ചൈനയുടെ ഈ മിലിറ്ററി പ്രസൻസിൻ്റെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിൻ്റെ ഒരു വർധനവ്, അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒന്ന് തടയിടാൻ വേണ്ടി അമേരിക്ക ഇന്ത്യക്ക് F-35 ഓഫർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. നേരെ മറിച്ചല്ല പറയുന്നത്, ഇന്ത്യ അത് മേടിക്കും എന്നല്ല പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഇതുവരെയുള്ള ഒഫീഷ്യൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻസ് ആണ്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇന്ത്യ ഒന്നും പറഞ്ഞിട്ടില്ല. റഷ്യയുടെ കാര്യത്തിൽ ഇന്ത്യ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യയിലുള്ള നമ്മളുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡിഫൻസ് അനലിസ്റ്റും എക്സ്പേർട്സും അല്ലെങ്കിൽ IAFൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത്, നമുക്ക് പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കുന്ന സമയത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ ഒന്നുകിൽ അമേരിക്കയിൽ നിന്നോ റഷ്യയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും നമുക്ക് ഈ സ്റ്റെൽത്തിൻ്റെ 2 അല്ലെങ്കിൽ 2 to 3 സ്ക്വാഡ്രൺസ്, അതൊരു പറഞ്ഞ പോലെ 40 എയർക്രാഫ്റ്റ് നമുക്ക് പ്രൊക്യൂർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് പറയുന്നത്. അപ്പം ഈ ബ്ലൂംബർഗ് എന്ന് പറഞ്ഞൊരു മീഡിയ ഉണ്ട്, അതെല്ലാം അമേരിക്കൻ മീഡിയയാണ്. അപ്പോൾ അവർ പറയുന്നത്
ഇന്ത്യ അമേരിക്കൻ ഒഫീഷ്യൽസിനോട് ഈ പറഞ്ഞ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ നോ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യക്ക് അത് താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഈ ഇന്ത്യയുമായിട്ടുള്ള ഡിഫൻസ് എക്സ്പോർട്ട് കൂടുതൽ ശക്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നെയും ഇന്ത്യ ഈ പറഞ്ഞ ഒരു അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം അല്ലെങ്കിൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് സ്റ്റെൽത്ത് അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഫ്രാൻസിൽ നിന്ന് മേടിക്കുകയാണെങ്കിലും റഷ്യയിൽ നിന്ന് മേടിക്കുകയാണെങ്കിലും എവിടെ നിന്ന് മേടിക്കുകയാണെങ്കിലും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ടാകണം. പാർട്ണർഷിപ്പ്, ജോയിൻറ്റ് കൊളാബറേഷൻ അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സിലായിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടെക്നോളജി ട്രാൻസ്ഫർ, ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ്, ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്, നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു ഈ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിർമ്മിക്കുക, അതുപോലെ തന്നെ ടെക്നോളജി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ചില കണ്ടീഷണാലിറ്റീസ് അവർക്ക് സ്വീകാര്യമാണെങ്കിൽ മാത്രമേ ഇന്ത്യ അതിന് തയ്യാറാകത്തുള്ളൂ. അപ്പോൾ റഷ്യ പറഞ്ഞിട്ടുണ്ട് ഈ Su-57 കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റഷ്യ ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട്. 2007 എന്നുവെച്ചാൽ 18 വർഷത്തിന് മുമ്പ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഈ പറഞ്ഞ സ്റ്റെൽത്തിൻ്റെ പ്രോഗ്രാമിൽ നമ്മൾ അതിനകത്ത് നിന്ന് ഇന്ത്യ പിൻവാങ്ങിയതാണ്. കാരണം ഇന്ത്യക്ക് പല കാര്യങ്ങളും റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പല അവരുടെ അപ്രോച്ചസും അല്ലെങ്കിൽ പലതും നമുക്ക് സ്വീകാര്യമായിരുന്നില്ല. അതുതന്നെയല്ല ആ ഒരു സ്റ്റെൽത്ത് പ്രോഗ്രാം എന്ന് പറയുന്ന അതിൻ്റെ സ്റ്റെൽത്ത് ഫീച്ചേഴ്സിലൊക്കെ ഇന്ത്യക്ക് സംശയമുണ്ടായിരുന്നു. കോസ്റ്റിൻ്റെ കാര്യത്തിൽ, ടെക്നോളജിയുടെ കാര്യത്തിൽ ഒക്കെ തന്നെ. പിന്നെ റഷ്യക്ക് അതിനകത്തിൽ കൂടുതൽ ഡോമിനൻസ് ഉള്ള, ഇന്ത്യക്ക് വലിയ റോളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യം 2007 ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയതായിട്ടാണ് നമുക്ക് റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് അമേരിക്കയുടെ തിങ്ക് ടാങ്ക്സ് അല്ലെങ്കിൽ അവിടെ ഉള്ളവരുടെ സെക്യൂരിറ്റി ഡിഫൻസ് എക്സ്പേർട്സ് അനലിസ്റ്റൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ റിപ്പോർട്ടുകൾ പുറപ്പെടുക. അതായത് അവരുടെ ഈ സ്റ്റിംസൺ സെൻറ്റർ, കാർണഗി എൻഡോമെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ്, അതൊക്കെ അവരുടെ തിങ്ക് ടാങ്ക്സ് ആണ്. അവിടുത്തെ വളരെ എന്താണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്ക് ടാങ്ക്സ് ആണ്. അപ്പോൾ അവർ ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് പാകിസ്ഥാനി J-35 പിന്നെ മേടിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു മിലിറ്ററി ബാലൻസിൻ്റെ മാത്രം പ്രശ്നമല്ല, പക്ഷേ ഇൻഡോ പസഫിക്കിലും അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലും ചൈനയുടെ മിലിറ്ററി പ്രസൻസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകും. അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു വിഷയമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് കൺസേൺ ഉണ്ട്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കൂടുതൽ എന്താണ് പറയുന്നത് ഒരാശങ്കയുള്ളതുകൊണ്ട് ഈ F-35 അമേരിക്ക ഇന്ത്യക്ക് ഓഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ്, അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യക്ക് ഓഫർ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇതൊരു പ്രൊപ്പഗണ്ടയുടെ ഭാഗം മാത്രമാണ്. ഇന്ത്യയെ കൊണ്ടത് മേടിപ്പിക്കാൻ, ഈ പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടത് മേടിപ്പിക്കാനുള്ള ഒരു പ്രൊപ്പഗണ്ട മാത്രമായിരിക്കും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ചൈനയുടെ ഈ ഓഫർ, അല്ലെങ്കിൽ ചൈന ഓഫർ ചെയ്തിട്ടില്ല, ചൈനയിൽ നിന്നും പാകിസ്ഥാനത്ത് പ്രൊക്യൂർ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ സൗത്ത് ഏഷ്യയിൽ ചൈനയുടെ 5th ജനറേഷൻ എയർ പവർ റീച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ വന്നെത്തുന്നു എന്നുള്ളൊരു നറേറ്റീവാണ് അവരിപ്പോൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് പാകിസ്ഥാനും ബെയ്ജിങ്ങും അല്ലെങ്കിൽ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ഈ സൈനിക പ്രതിരോധ സഹകരണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. അത് അമേരിക്കയ്ക്ക് കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ് അമേരിക്കൻ ഈ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഇതുപോലുള്ള തിങ്ക് ടാങ്ക്സിൽ നിന്നും അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ ഈ J-35 കാര്യം, അത് 2024 ഒരു ചൈനീസ് എയർ ഷോയിലാണ് ഇത് ആദ്യമായിട്ട് ഇതിൻ്റെ പബ്ലിക് ഡെബ്യൂ നടത്തുന്നത്. അപ്പോൾ അത് ചൈനയുടെ മിലിറ്ററി ഏവിയേഷൻ നമ്മുടെ സൗത്ത് ഏഷ്യയിലൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അവർ അല്ലെങ്കിൽ പാകിസ്ഥാന് കൊടുക്കുന്നതിൽ കൂടെ അവർ നേടിയെടുക്കാൻ പോകുന്നത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇന്ത്യയുടെ നമ്മൾ പറഞ്ഞ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് നമ്മുടെ ഓൺ സ്റ്റെൽത്ത് പ്രോജക്റ്റ് AMC എന്ന് പറയുന്നത്, അത് എന്തോരം തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോഴെങ്കിലും അത് സാധ്യമാകത്തില്ല. 2026 4 വർഷം കൂടെ ആകുമ്പോൾ 2030 ആകും. പിന്നെയും നമുക്ക് വർഷങ്ങൾ അതിനെ കാത്തിരിക്കേണ്ടി വരും. അതിനെയൊക്കെ കാരണം ഇതുപോലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വെപ്പൺ പ്ലാറ്റ്ഫോം
നിർമ്മിച്ചെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോഴും നമ്മൾ തേജസിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ, അതായത് ഈ ജെറ്റ് എഞ്ചിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ അമേരിക്കയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഈ AMC നമ്മുടെ സ്വന്തമാണെന്ന് പറയുമ്പോഴും ഈ ജെറ്റ് എഞ്ചിനൊക്കെ തന്നെ നമുക്ക് എവരെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നമുക്കത് ലഭ്യമാകത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തിലൊക്കെ ഡിലേ വന്നു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അമേരിക്കയുടെ ഫോറിൻ പോളിസി ഏത് സമയത്തും മാറാം, സാങ്ഷൻസ് വരാം, അവർ നമുക്കിതുപോലുള്ള കാര്യങ്ങൾ ഡിനേ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്നത് അത്ര പെട്ടെന്ന് ഇത് നമുക്ക്, കാരണം ചൈന പോലും ദശാബ്ദങ്ങളായിട്ട് ഇതിനതിൽ കട്ടിപ്പണി ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും അവർക്ക് ഇത്രയെങ്കിലും അമേരിക്കയുടെ F-35 കിടപിടിക്കുന്നതല്ല J-35 എങ്കിൽ തന്നെയും പേരിനെങ്കിലും അവർക്ക് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഇതിൻ്റെ പിന്നിൽ അവർ ശരിക്കും പണിപ്പെട്ടാണ്. അപ്പോൾ ഇന്ത്യയെപ്പോലെ, അപ്പോൾ അത്രയും ഇന്ത്യ നേരിടുന്ന പോലുള്ള പ്രശ്നങ്ങൾ ചൈനയ്ക്ക് ഇല്ലായിട്ട് കൂടി, എന്നുവെച്ചാൽ ചൈനയ്ക്ക് അവരുടെ പവർഫുള്ളായിട്ടുള്ള മാനുഫാക്ചറിങ് സപ്ലൈ ചെയിൻ്റെ ഒക്കെ ഇക്കോസിസ്റ്റം ഉണ്ടായിട്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സാങ്ഷൻസിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള ഈ ഭീഷണിയൊന്നും അവർ വകവെക്കാത്തൊരു രാജ്യമായിട്ടും തന്നെ അവർക്ക് ദശാബ്ദങ്ങൾ വേണ്ടി വന്നു ഇത് നിർമ്മിച്ചെടുക്കാൻ മീൻസ് ഇത് നമുക്കറിയാം ഇതിനകത്തിൽ ഒത്തിരി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും ഒക്കെ തന്നെ ആവശ്യമാണ്. ടെക്നോളജി പിന്നെ ഇത് പെർഫെക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള ചൈനയ്ക്ക് പോലും ഇത്രയും നീണ്ട കാലയളവിലാണ് അവർക്കിത് നേടിയെടുക്കാൻ സാധിച്ചത്. എന്നിട്ടും അമേരിക്കയുടെ F-35 അടുത്ത് നിൽക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത്രയ്ക്ക് ടെക്നോളജിക്കലി സുപ്പീരിയർ അല്ലാത്തൊരു വെപ്പൺ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇന്ത്യയുടെ കാര്യം ഇതുപോലുള്ള പ്രതിസന്ധികളും പ്രഷേഴ്സും സാങ്ഷൻസും അമേരിക്കയുടെ കണ്ണുരുട്ടലും ഭീഷണിയൊക്കെ തന്നെ നേരിടേണ്ടി വരുന്ന ഒരു രാജ്യമെന്ന രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധ്യമാകും, പക്ഷേ നമുക്ക് കുറേ കാലങ്ങൾ നമുക്കിതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ മാറി വരുന്ന പൊളിറ്റിക്കൽ ഇവിടുത്തെ രീതികൾ, ഇനിയും മറ്റൊരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ താല്പര്യം കാണിക്കുമെന്ന് നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന ഗവൺമെൻറ്റിനേക്കാളിൽ കുറവ് താല്പര്യവും ആണ് ഇനിയും വരുന്ന ഗവൺമെൻറ്റുകൾ, അത് ഏത് പാർട്ടിയുടെ ആയാലും കാണിക്കുന്നതെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പൊളിറ്റിക്കൽ നമ്മുടെ ഇന്ത്യയിലായിട്ടുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട്. പിന്നെ ഇതിനൊക്കെ ഫണ്ട് ചെയ്യണം, മറ്റു പല പ്രയോറിറ്റികളും നമ്മുടെ മുമ്പിലുണ്ട് ഡിഫൻസ് മേഖലയിൽ തന്നെ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇതിനകത്തിൽ സ്ഥിരമായിട്ടുള്ള ഫണ്ടിങ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെ തന്നെ പിന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ബന്ധങ്ങൾ വഷളാകാതെ നമുക്ക് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കാര്യം അമേരിക്കയായിട്ടും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഈ ജെറ്റ് എഞ്ചിൻ ഏത് രാജ്യത്താണോ നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രാജ്യമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ നമ്മളിത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങൾ, പ്രതിസന്ധികൾ ഇന്ത്യ നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ടും, പ്രത്യേകിച്ച് ഇതുപോലെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വെപ്പൺ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നുവെന്ന് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടും തീർച്ചയായും ഇതിനകത്തിൽ കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാക്കുവാനും അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ പ്രഷറൈസ് ചെയ്യാനൊക്കെ തന്നെ അമേരിക്കയൊക്കെ തന്നെ ചൈനയൊക്കെ തന്നെ കൂടുതൽ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചലഞ്ചസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്തിട്ട് മാത്രമേ നമുക്കിത് എന്താണ് പറയുന്നത് പ്രായോഗിക തലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സമയമെടുക്കുമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് സാധ്യമല്ല എന്നല്ല പറയുന്നത്, സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ സൗത്ത് ഏഷ്യയിൽ ചൈന പാകിസ്ഥാൻ റിലേഷനും ചൈന ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് സിസ്റ്റം പാകിസ്ഥാൻ കൊടുക്കുന്നുണ്ടുള്ള ഈ ഇപ്പോൾ നിലനിൽക്കുന്ന സ്റ്റേറ്റസ് കോ അല്ലെങ്കിൽ ഡൈനാമിസത്തിലുള്ള വ്യത്യാസം കൊണ്ടൊക്കെ തന്നെ അമേരിക്ക ഒരു പക്ഷേ ദീർഘകാലം പിന്തുടർന്നു വരുന്ന ഒരു ഹെസിറ്റേഷൻ ഉണ്ട്, ഒരു എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഹൈലി സൊഫിസ്റ്റിക്കേറ്റുള്ള വെപ്പൺസ് ഇന്ത്യക്ക് തരാൻ അവർ പ്രകടിപ്പിക്കുന്ന ഒരു എതിർപ്പ് അല്ലെങ്കിൽ അവരുടെ ഹെസിറ്റേഷൻ അത് മാറ്റാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് ഈ പറഞ്ഞ അനലിസ്റ്റുകൾ പറയുന്നത്. എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയത്തില്ല. ഈ അമേരിക്കയെ സംബന്ധിച്ച് അവർ ഇന്ത്യയെ ഡിമാൻഡ് ചെയ്യുന്നത് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യണം, അതുപോലെ തന്നെ ജോയിൻറ്റ് പ്രൊഡക്ഷൻ, ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ഒക്കെയാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അവരൊരിക്കലും അവരുടെ ഈ ജെറ്റിൻ്റെ ഈ പറഞ്ഞ സ്റ്റെൽത്ത് അല്ലെങ്കിൽ സ്റ്റെൽത്തിൻ്റെ മാത്രമല്ല അവരുടെ മറ്റേത് ജെറ്റ് പിന്നെ എയർക്രാഫ്റ്റിൻ്റെ ആയാലും ശരി, അല്ലെങ്കിൽ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ ആയാലും ഈ ക്ലാസിഫൈഡ് ടെക്നോളജീസ് ഒന്നും മറ്റ് രാജ്യങ്ങളുമായിട്ട് അവർ ഷെയർ ചെയ്യാൻ ഒരിക്കലും താല്പര്യമല്ല. അവരുടെ ഏറ്റവും അടുത്ത
സുഹൃത്ത് രാജ്യങ്ങളാകുന്ന ബ്രിട്ടൻ അല്ലെങ്കിൽ ഈവൻ കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് പോലും അവരവരുടെ ഈ ടോപ്പ് മോസ്റ്റ് ടെക്നോളജീസ് ഒന്നും ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടാറില്ല. അപ്പം ഇതിൻ്റെ ഈ സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് അതിൻ്റെ ടെക്നോളജിയുമായിട്ട് ഈ സ്റ്റെൽത്ത് ഫീച്ചറുമായിട്ട് അഡ്വാൻസ് സെൻസർ നെറ്റ്വർക്ക്സ്, അതുപോലെ കോംപ്ലക്സ് മിഷൻ സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക് വാർഫെയർ കേപ്പബിലിറ്റി എന്നൊക്കെ പറയുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെടുന്ന ഏറ്റവും എന്താ പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ടെക്നോളജി മറ്റു രാജ്യവുമായിട്ട് അവർ ഷെയർ ചെയ്യാൻ തയ്യാറാകത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ഈ പറഞ്ഞ ഡിമാൻഡുകളാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അമേരിക്ക അതൊരിക്കലും സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ്. ഞങ്ങൾ നിങ്ങൾക്ക് തരാം, വിൽക്കാം, ജസ്റ്റ് സപ്ലൈ ചെയ്യാം, സെയിൽ ചെയ്യാം, പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കത്തില്ല എന്നായിരിക്കും അമേരിക്കയുടെ പൊസിഷൻ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ. അപ്പോൾ അത് ഇന്ത്യ എത്രത്തോളം സ്വീകരിക്കും അല്ലെങ്കിൽ അതിനെ നമ്മൾ വെൽക്കം ചെയ്യുമെന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ J-35 F-35 തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F-35 ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ്. J-35 അത്രയും എത്തില്ല ചൈനയുടെ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഏകദേശം അമേരിക്കൻ ടെക്നോളജി അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ F-35 സ്റ്റെൽത്ത് ഫീച്ചേഴ്സൊക്കെ തന്നെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കത്തക്ക രീതിയിലൊക്കെയാണെന്നാണ് പറഞ്ഞാണ് ചൈന ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അമേരിക്കൻ സിസ്റ്റം തന്നെയാണ് സുപ്പീരിയർ ആയിട്ടുള്ളതെന്നുള്ളത് നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഈ അമേരിക്കൻ F-35 പല രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ആയിരക്കണക്കിന് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് പല രാജ്യങ്ങളിലായിട്ട് ഇപ്പം ബ്രിട്ടൻ, ഇസ്രായേൽ, ജപ്പാൻ, ഇറ്റലി ഇതുപോലുള്ള പല രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും എക്സ്റ്റെൻസീവായിട്ട് ഡിപ്ലോയ് ചെയ്യപ്പെട്ടുള്ള 5th ജനറേഷൻ ഫൈറ്ററാണ് ഈ പറഞ്ഞ ഏകദേശം 20ഓളം അമേരിക്കയുടെ അലൈഡ് നേഷൻസാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്തിലൊന്നും ഈ പറഞ്ഞ പോലുള്ള ടെക്നോളജി ഒന്നും ട്രാൻസ്ഫർ ഒന്നുമില്ല. ജസ്റ്റ് അവർക്ക് വിറ്റു നാറ്റോയിലുള്ള മെമ്പേഴ്സൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അതേസമയം J-35 എന്ന് പറഞ്ഞാൽ ചൈന ഡെവലപ്പ് ചെയ്തതാണ്. 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റാണ്. ഇത് രണ്ടാമതൊരു രാജ്യം പോലും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പൈസൺ മേടിക്കുകയാണെങ്കിൽ പൈസൺ ആയിരിക്കും ആദ്യത്തെ രാജ്യം. ഇത് ചൈന കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ രാജ്യം. അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പറേഷണൽ F-35 ഒക്കെ നമുക്കറിയാം ഇപ്പോഴത്തെ യുദ്ധത്തിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നതാണ്. യുക്രൈൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പ്രൂവൺ സിസ്റ്റമാണ് F-35 എന്നുള്ളത്. പക്ഷേ J-35 ഇതിൽ ഒന്നും ഒരിടത്തും യുദ്ധത്തിലൊന്നും ഏർപ്പെട്ടിട്ടില്ല. ചൈന ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചൈനയുടെ സേനയിൽ മാത്രമേ ഇതിലെ ഉള്ളൂ. പൈസൺ മേടിക്കുകയാണെങ്കിൽ പൈസൺ ആദ്യത്തെ ഫോറിൻ ഓപ്പറേറ്റർ ആയിരിക്കും ഈ ചൈനീസ് സ്റ്റെൽത്ത് ഫൈറ്ററിൻ്റെ എന്നുള്ള ലിമിറ്റേഷൻസൊക്കെ ഉണ്ട്. അത് നല്ല അപ്പം F-35 ഓൾറെഡി ഡെവലപ്പ് ചെയ്തവർ പല രാജ്യങ്ങളും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. യുദ്ധങ്ങളിൽ പറയുക ഇസ്രായേൽ, ഇറാൻ അല്ലെങ്കിൽ അമേരിക്കൻ ഇറാൻ യുദ്ധത്തിലും യുക്രൈൻ റഷ്യ യുദ്ധത്തിലൊക്കെ തന്നെ ഇത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ ഫങ്ഷണൽ എഫിഷ്യൻസിയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പ്രൂവണാണ്. പക്ഷേ J-35 ഇപ്പോഴും അവർ ഇൻഡക്ഷൻ്റെ എർലി സ്റ്റേജിലാണ്. അപ്പം അതിൻ്റെ ഈ ഫുൾ ഓപ്പറേഷണൽ കേപ്പബിലിറ്റി ഇപ്പോഴും അൺടെസ്റ്റഡ് ആണ് കോമ്പാറ്റിലൊക്കെ. അതായത് യുദ്ധത്തിൽ ഏർപ്പെട്ടില്ല. അതുകൊണ്ട് ഇത് എത്രത്തോളം മെച്ചപ്പെട്ട ഒരു സ്റ്റെൽത്ത് ആണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ പാകിസ്ഥാൻ അത് മേടിച്ചാൽ പാകിസ്ഥാൻ ആയിരിക്കും ആദ്യത്തെ ഈ ഗ്ലോബൽ ഓപ്പറേറ്റർ, ചൈന കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫോറിൻ ഓപ്പറേറ്റർ എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഇന്ത്യയെ സംബന്ധിച്ച് അത് ചില റോഡ് ബ്ലോക്സ് ഒക്കെ ഉണ്ട് ഇന്ത്യ മേടിക്കുകയാണെങ്കിൽ. അപ്പം ഈ റോഡ് ബ്ലോക്സ് എന്ന തടസ്സങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ചലഞ്ച് ഇന്ത്യയെ സംബന്ധിച്ചാണ്. ഇന്ത്യ S-400, റഷ്യയുടെ S-400, അതുപോലെ തന്നെ ഈ സുക്കോയ് എയർക്രാഫ്റ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് അത് അമേരിക്ക എത്രത്തോളം ഇതിന് തയ്യാറാകും എന്നുള്ള കാര്യം നമുക്ക് സംശയമുണ്ട്. കാരണം അമേരിക്കയും ടർക്കിയും തമ്മിലുള്ള വിഷയമായിരുന്നല്ലോ. കാരണം F-35 പ്രോഗ്രാമിലേക്ക് ടർക്കിയെ ഉൾപ്പെടുത്തിയായിരുന്നു. റഷ്യയിൽ നിന്നും ഈ S-400 ടർക്കി വാങ്ങിച്ചതിൻ്റെ കാരണത്തിൽ ടർക്കി അതിനകത്തിൽ നിന്ന് മാറ്റുകയും ഇപ്പോൾ വീണ്ടും ട്രംപും എർഡോഗാനും ഒക്കെ തന്നെ കണ്ടുമുട്ടുകയും ഏകദേശം വീണ്ടും ടർക്കി S-400 മറ്റേതെങ്കിലും മൂന്നാമത് രാജ്യത്തിന് വിൽക്കാമെന്നുള്ള ധാരണയിലൊക്കെ ഇപ്പോൾ ഏകദേശം എത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ F-35 പ്രോഗ്രാമിലേക്ക് ടർക്കിയെ വീണ്ടും ഉൾപ്പെടുത്താമെന്നൊക്കെ ട്രംപും അമേരിക്കയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ S-400 ഉപയോഗിക്കുന്നുണ്ടും റഷ്യൻ ഈ പറഞ്ഞ
അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റം, അതായത് സുക്കോയ് മുതലുള്ള വെപ്പൺ സിസ്റ്റമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് അമേരിക്ക എത്രത്തോളം അത് സമ്മതിക്കുമെന്ന് നമുക്കറിയത്തില്ല. കാരണം F-35 ഈ അഡ്വാൻസ് റഷ്യൻ സിസ്റ്റമൊക്കെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെ ആയിരിക്കും. അത് അമേരിക്ക സമ്മതിക്കുമല്ലോ അറിയത്തില്ല. കാരണം ഈ പറഞ്ഞ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിൻ്റെ ഹൈലി ക്ലാസിഫൈഡ് സ്റ്റെൽത്ത് ടെക്നോളജി, അതുപോലെ തന്നെ മിഷൻ സിസ്റ്റം, ഇലക്ട്രോണിക് വാർഫെയർ കേപ്പബിലിറ്റി, അപ്പോൾ ഇതിൻ്റെയൊക്കെ സീക്രട്ട് എക്സ്പോസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അമേരിക്ക ഇത് നമുക്ക് എത്രത്തോളം ഈ റഷ്യയുടെ S-400 ഉപയോഗിക്കുന്നത് കൊണ്ട് തരാൻ സന്നദ്ധത പ്രകടിപ്പിക്കുമെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ F-35 നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അവരുടെ ഒരു യുണീക്ക് ഓപ്പറേഷണൽ സിസ്റ്റമുണ്ട്, ഇക്കോ സിസ്റ്റമുണ്ട്. അതിനകത്ത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അതായത് US കൺട്രോൾഡ് ഓപ്പറേഷണൽ ഡാറ്റ ഇൻ്റഗ്രേറ്റഡ് നെറ്റ്വർക്ക്, ഇതൊക്കെ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. എനിക്കത്ര കൃത്യമായിട്ടുള്ള അറിവുകളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ലോജിസ്റ്റിക്സ്, മെയിൻ്റനൻസ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, മിഷൻ ഡാറ്റ, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിനെ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ ഈ പറഞ്ഞ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾസൊക്കെ അനുസരിച്ച് മാത്രമേ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അമേരിക്ക എന്ത് പറയുന്നു അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഈ ഫ്ലീറ്റുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ എയർക്രാഫ്റ്റുകളൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അത് ഇന്ത്യയുടെ നിലപാടുമായിട്ട് ഒരു കോൺട്രാഡിക്ഷൻ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന രീതിയിലാണ്. ഇന്ത്യയുടെ നിലപാടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രാറ്റജിക് ഓട്ടോണമി ഉണ്ടാകണം, എന്നുവെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മുടെ ഡൈവേഴ്സിഫൈഡ് ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ്, പല രാജ്യങ്ങളിൽ നമ്മൾ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ പല രാജ്യങ്ങളിൽ നമ്മൾ നമ്മുടെ സേനയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മേടിക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ ഈ ഡൊമസ്റ്റിക്കലി നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അമേരിക്ക സമ്മതിക്കുമോ? അത് കൂടുതലും ബ്രഹ്മോസ് ആണെങ്കിൽ റഷ്യയുടെ ആണ്, റഷ്യ ഇന്ത്യകൾ നിർമ്മിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ബ്രഹ്മോസിനകത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഭാവിയിൽ അത് അമേരിക്ക സമ്മതിക്കത്തില്ല ഒരിക്കലും. അല്ലെങ്കിൽ ഇന്ത്യ നിർമ്മിത ഏതെങ്കിലും ഇലക്ട്രോണിക് സംവിധാനങ്ങളോ മറ്റേതെങ്കിലും സിസ്റ്റംസൊക്കെ തന്നെ ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം അതാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക സമ്മതിക്കത്തില്ല. കാരണം ഇതിന് അമേരിക്ക നിശ്ചയിച്ചിരിക്കുന്ന ഒരു സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ഉണ്ട്, ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട്. അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നീങ്ങത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ ഒരു തടസ്സമായിട്ട് ഇന്ത്യക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ F-35 നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിലെ ആൾക്കാർ പറയുന്നത്, ഇന്ത്യൻ സെക്യൂരിറ്റി എക്സ്പേർട്സും അനലിസ്റ്റും പറയുന്നത്, നമ്മൾ ഈ AMCക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫണ്ടുകൾ അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫണ്ടുകൾ ഇത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് വക മാറ്റേണ്ടി വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും AMCയെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് ഈ നമ്മൾ സെൽഫ് റിലയൻസ് എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് നമ്മൾ നിർമ്മിച്ചെടുക്കുക, അല്പം താമസിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ചില സെക്യൂരിറ്റി എക്സ്പേർട്സും അനലിസ്റ്റും പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. അപ്പം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.